എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 51 അധ്യായം ഇന്ന് ആരംഭിക്കണം. ഈ 51 അധ്യായത്തില് മുചുകുന്ദനെ കൊണ്ട് കാലയവനനെ സംഹരിച്ച കഥ പറയാണ്. യാദവന്മാരെ ദ്വാരകയിലാക്കിയ ശേഷം ശ്രീകൃഷ്ണൻ ആ ദ്വാരകയിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൽ നിന്ന് അന്ന് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞല്ലോ. അങ്ങനെ അതിസുന്ദര രൂപത്തില് ഉദിച്ചു പൊങ്ങുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ആ പുറത്തിറങ്ങി വരുന്ന ഭഗവാനെ യവനൻ കണ്ടു. അങ്ങനെ പുഞ്ചിരി തൂകുന്ന മുഖം, അതിസുന്ദര മന്ദഹാസത്തോടെ 4 തൃക്കൈകള്, വനമാല ഒക്കെ ഉണ്ട്. ഒക്കെ കണ്ടപ്പോ ഇത് തന്നെയാണ് ശ്രീനാരദൻ, നാരദ മഹർഷി പറഞ്ഞ വാസുദേവൻ എന്ന് യവനന് മനസ്സിലായി. അപ്പൊ യവനനെ കണ്ട് പേടിച്ച പോലെ ഭഗവാൻ പിന്നോക്കം തിരിഞ്ഞ് ഒരൊറ്റ ഓട്ടം. അത് കണ്ടപ്പോ യവനം പിന്നാലെ ഓടി. അയാൾക്ക് ഭഗവാന്റെ മുഖം കാണാനുള്ള ഭാഗ്യം തന്നെ ഉണ്ടായിട്ടില്ല. കൂട്ടി പിന്നാലെ നിരായുധനായിട്ട് ഒറ്റയ്ക്ക് പോകുന്ന ഭഗവാനോട്, അപ്പൊ ആയുധം കൂടാതെ തന്നെ യുദ്ധത്തിന് തയ്യാറായിട്ട് പിന്നാലെ ചെന്നു യവനൻ. രണ്ടുപേരും മുമ്പിലും പിമ്പിലുമായിട്ട് വളരെ ദൂരം ഓടി. പിന്നെ തളർന്നു എന്നുള്ള ഒരു ഭാവത്തില് ഭഗവാൻ ഒരു കുന്നിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി യവനനും പിന്നാലെ ചെന്നു. ഭഗവാൻ ആ പർവ്വതത്തിലുള്ള ഒരു ഗുഹയിലേക്ക് അങ്ങോട്ട് കടന്നു. പിന്നാലെ യവനനും ഗുഹയിൽ കടന്നു. ഭയങ്കര ഇരുട്ടാണ് ആ ഗുഹയില്. അപ്പൊ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇയാള് കടന്നപ്പോ ഒരാള് അവിടെ കിടക്കണത് കണ്ടു. അപ്പൊ ഭഗവാനാണെന്ന് വിചാരിച്ചു, അവിടെ കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഒരു ചവിട്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കിടന്നിറങ്ങുന്ന ആള് ഉണരുകയും അദ്ദേഹത്തിന്റെ ആ നേത്ര അഗ്നിയിൽ നിന്ന് യവനൻ ഭസ്മമായി വീഴുകയും ചെയ്തു. അപ്പൊ ഈ കഥ ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞപ്പോ ശ്രീ പരീക്ഷിത് മഹാരാജാവിന് അത്ഭുതമായി. അപ്പൊ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളാരാ മഹർഷി? എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത? അപ്പൊ ശ്രീ ശുഖബ്രഹ്മർഷി മറുപടി പറയാണ്. ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാതാവ് എന്ന രാജാവിന്റെ മകനായ മുചുകുന്ദനാണ് കിടന്നുറങ്ങിയിരുന്ന ആ മഹാപുരുഷൻ. അദ്ദേഹം വളരെ കാലം ദേവലോകത്ത് സൈന്യാധിപനായിരുന്നു. സുബ്രഹ്മണ്യസ്വാമി സേനാനിയായ ശേഷം ദേവേന്ദ്രൻ മുചുകുന്ദനോട് വരം ചോദിച്ചോളെ. ഇത്രയും കാലം സേവിച്ചല്ലോ, അപ്പൊ എന്താ വരം വേണ്ടത് ചോദിച്ചു ദേവേന്ദ്രൻ. അപ്പൊ മോക്ഷം ആവശ്യപ്പെട്ട മുചുകുന്ദന് അത് കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മതിയാവോളം കിടന്നുറങ്ങാനും ഇടയിൽ ആരെങ്കിലും ഉണർത്തിയാൽ ആ ആള് ഭസ്മമാകുന്നുള്ള വരമാണ് ദേവേന്ദ്രൻ കൊടുത്തത്. ആരെയും ദ്രോഹിക്കാനൊന്നും മുചുകുന്ദന് ഒട്ടും താല്പര്യമില്ല. അപ്പൊ ആരും വരാത്ത, ആൾ സഞ്ചാരമൊന്നും ഇല്ലാത്ത ആ പർവ്വത ഗുഹയില് കിടന്നുറങ്ങി. അവിടെ ആരും വരില്ല എന്നാണ് വിചാരിച്ചത്. അപ്പൊ ദേവദത്തമായിട്ടുള്ള വരം ആണല്ലോ. അതുകൊണ്ടാണ് ആ വരത്തിന്റെ ബലം കൊണ്ടാണ് കാലയവനൻ ഭസ്മമായിട്ട് പോയത്. അങ്ങനെ കാലയവനൻ ഭസ്മമായിട്ടുള്ള ശേഷം ഭഗവാൻ മുചുകുന്ദന് ദർശനം കൊടുത്തു. കോടി സൂര്യന്മാരെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ തേജസ് കൊണ്ട്, ആ തേജസ് അങ്ങോട്ട് കണ്ട് മുചുകുന്ദന് കണ്ണു മിഴിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ഇത്രയും തേജസ്സുള്ള അവിടുന്ന് ആരാണ്? സാധാരണ മനുഷ്യനാണെന്ന് തോന്നണില്ല. ഈ ഘോരവനത്തിൽ വരാൻ എന്താണ് കാരണം? അപ്പൊ അത് കേട്ടപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തു, ഭൂഭാരഹരണത്തിനായി യദുവംശത്തിൽ വസുദേവപുത്രനായി അവതരിച്ച എന്നെ വാസുദേവൻ എന്ന് വിളിക്കുന്നു. കാലനേമയുടെ പുനർജന്മമായ കംസനെ നിഗ്രഹിച്ചു അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. വളരെ യുഗങ്ങൾക്ക് മുമ്പ് അങ്ങ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭക്തന്മാരെ ഏൽപ്പിച്ച കാര്യം ഭക്തവത്സലനായ ഞാൻ മറക്കാറില്ല. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞു ഭഗവാൻ. ഭഗവാന്റെ വാക്ക് കണ്ട് കേട്ടപ്പോ ഇത് സാക്ഷാൽ ശ്രീനാരായണമൂർത്തി തന്നെ എന്ന് മനസ്സിലായി മുചുകുന്ദന്. 28ാമത്തെ ദ്വാപരാന്ത്യത്തില് കൃഷ്ണാവതാരം ഉണ്ടാകും എന്ന് പണ്ട് ഗർഗ മഹർഷി പറഞ്ഞത് മുചുകുന്ദൻ ഓർത്തു. അങ്ങനെ ഭക്തിയോടുകൂടി ഭഗവാനെ പിന്നെ അങ്ങനെ സ്തുതിക്കുകയാണ് മുചുകുന്ദൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ ഏകപഞ്ചാശത്തമോऽധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം
ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതേ സ്തുതിയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. തം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനമിവോടുപം ദർശനീയതമം ശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭാമുക്തകന്ധരം പൃഥുദീർഘചതുർബാഹും നവകഞ്ചാരുണേക്ഷണം നിത്യപ്രമുദിതം ശ്രീമത്സുകപോലം ശുചിസ്മിതം മുഖാരവിന്ദം ബിഭ്രാണം സ്ഫുരൻ മകരകുണ്ടലം. യാദവന്മാരെ ആ ദ്വാരകയിലാക്കിയ ശേഷം ശ്രീകൃഷ്ണൻ പുറത്തേക്ക് പുറപ്പെട്ടു. അതിസുന്ദര രൂപനായിട്ടുള്ള ആ ഭഗവാനെ അങ്ങോട്ട് കണ്ടു. കാലയവന് കണ്ട മാത്രമേ തന്നെ ഭഗവാന്റെ ആ ദേഹ സൗന്ദര്യം അവന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. ഉദിച്ചുയർന്നു വരുന്ന ചന്ദ്രനെ പോലെ കാണുന്തോറും ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്ന ആ ശ്യാമസുന്ദരൻ ഒരു മഞ്ഞപ്പട്ടെടുത്തിട്ടുണ്ട്, മറ്റൊന്ന് ഉത്തരിയായിട്ട് ഇട്ടിട്ടുണ്ട്. മാറിടത്തിലോ ശ്രീവത്സം എന്ന മറുക്, കഴുത്തിൽ തിളങ്ങി കിടക്കുന്ന കൗസ്തുഭം എന്ന പതക്കം, തടിച്ചുരുണ്ട നീണ്ടു കിടക്കുന്ന 4 കൈകള്, അപ്പോ വിരിഞ്ഞു നിൽക്കുന്ന ചെന്താമരപ്പൂ പോലെ ചുകന്നും നീണ്ടും ഇരിക്കുന്ന കണ്ണുകൾ, അതിശുഭ്രമായ മന്ദഹാസത്തോടു കൂടിയ മുഖാരബിന്ദം, ഏറ്റവും പ്രകാശിക്കുന്ന ഘനമുള്ള കണ്ണാടിച്ചില്ലുകൾക്ക് സമാനങ്ങളായ കവിൾത്തടങ്ങൾ, മകരമത്സ്യാകൃതിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന കുണ്ടലങ്ങൾ, ഇങ്ങനെയുള്ള ആഭരണങ്ങളോടും അവയവങ്ങളോടും കൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയുധമൊന്നുമില്ലാതെ കാൽനടയായി ആ പുരിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് കാലയവനൻ കണ്ടത്. വാസുദേവോ ഹ്യയം ഇതി പുമാൻ ശ്രീവത്സലാഞ്ജന ചതുർഭുജോ രവിന്ദാക്ഷോ വനമാല്യാതിസുന്ദര ലക്ഷണേർ നാരദ പ്രോക്തേർ നാന്യോ ഭവിതുമർഹതി നിരായുധശ്ചലൻ പദ്ഭ്യാം യോത്സ്യേനേന നിരായുധ ഇതി നിശ്ചിത്യയവന പ്രാദ്രവന്തം പരാങ്മുഖം അന്വഥാവൽജികൃക്ഷുസ്തം ദുരാപമപി യോഗിനാം. ഇയാളുടെ മാറില് ശ്രീവത്സം എന്ന മറു കാണാനുണ്ട്. 4 കൈകളുണ്ട്, ചെന്താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകള്, വനമാല ധരിച്ചിരിക്കണു, കണ്ടാലോ അതിസുന്ദരൻ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് നാരദ മഹർഷി പറഞ്ഞത്. അതുകൊണ്ട് ഇദ്ദേഹം വസുദേവന്റെ പുത്രനായ ശ്രീകൃഷ്ണൻ തന്നെ എന്ന് യവനൻ നിശ്ചയിച്ചു. അങ്ങനെ യവനനെ കണ്ടപ്പോ കൃഷ്ണൻ അവന്റെ മുഖത്ത് നോക്ക് പോലും ചെയ്യാതെ കഴിയുന്നിടത്തോളം വേഗത്തിൽ അങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഓടുന്നവനോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള വിചാരമൊന്നും യവനുണ്ടായില്ല. വേഗം അന്ധക്കരണത്തെ അടക്കി അനവരതം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മഹായോഗികൾക്ക് കൂടി പ്രാപിക്കാൻ കഴിയാത്ത ആ കോമള സ്വരൂപനെ പിടിക്കാനായി യവനൻ പിന്നാലെ ഓടി.
പക്ഷെ യവനൊരു വിചാരം ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ, ആയുധമില്ലാതെ കാൽനടയായി പോകുന്ന ഇവനോട് ഞാനും ആയുധം ധരിക്കാതെയും കാൽനടയായി തന്നെ ഭൂമിയിൽ സഞ്ചരിച്ച് യുദ്ധം ചെയ്യണം. അങ്ങനെ ഒരു തോന്നലുണ്ടായി. അങ്ങനെ നിശ്ചയിച്ച് ഭഗവാന്റെ പിന്നാലെ യവന് ഓടി. ഹസ്തപ്രാപ്തമിവാത്മാനം ഹരിണാസ പദേ പദേ നീതോ ദർശയതാ ദൂരം യവനേശോത്രികന്ദരം. ഭഗവാൻ മുമ്പില്, പിന്നാലെ യവന്. ഇതിപ്പോ കുറച്ചും കൂടി അടുത്ത അടി വെക്കുമ്പോഴേക്കും ശ്രീകൃഷ്ണനെ കിട്ടും എന്ന് ഓരോ അടി തോറും യവനന് തോന്നിപ്പിച്ചുകൊണ്ട് ആണ് ഓടിയത് ഭഗവാൻ. അങ്ങനെ ഓടി ഓടി ദൂരെയുള്ള ഒരു പർവ്വത ഗുഹയില് പ്രവേശിക്കുന്നത് വരെ ശ്രീകൃഷ്ണൻ ഓടി. പലായനം യദുകുലേ ജാതസ്യ തവനോചിതം ഇതി ക്ഷിപൻ അനുഗതോ നൈനം പ്രാവാഹതാശുഭം. അപ്പൊ ഇതിങ്ങനെ ഓടണണ്ടപ്പോ ദേഷ്യം വന്നിട്ട് ശകാരിക്കുക ഭഗവാനെ. യദുകുലത്തിൽ ജനിച്ച നിനക്ക് ഈ ഓട്ടം ഒട്ടും ഉചിതമല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. എന്നാലും ഭഗവാനെ പിടിക്കാൻ അവന് സാധിച്ചില്ല. ഭഗവാനോട് നേരിട്ട് സംഭാഷണം ചെയ്യാനും അദ്ദേഹത്തെ സ്പർശിക്കുന്നത് കൊണ്ടുള്ള സുഖം അനുഭവിക്കാനുള്ള ആ ഭാഗ്യമായി അവനു ഉണ്ടായില്ല. അവന്റെ പാപം അപ്പൊ നശിച്ചിട്ടില്ല. അതുകൊണ്ട് ഭഗവാനെ തൊടാൻ പോലും യവനന് സാധിച്ചില്ല. ഏവം ക്ഷിപ്തോപി ഭഗവാൻ പ്രാവിശൽ ഗിരികന്ദരം സോപി പ്രവിഷ്ടസ്തത്രാന്യം ശയാനം ദദൃശേ നരം. അങ്ങനെ യവനൻ അധിക്ഷേപിച്ചു പറയണു എങ്കിലും അതൊന്നും കേട്ട ഭാവം നടിക്കാതെ ഭഗവാൻ ഒരു പർവ്വതത്തിന്റെ ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. ആ യവനനും ഭഗവാന്റെ പിന്നാലെ ഗുഹയിലേക്ക് കയറി. അവിടെ കിടക്കുന്ന വേറൊരു മനുഷ്യനെ കണ്ടതല്ലാതെ അവിടെ നിൽക്കുന്ന ഭഗവാനെ യവനൻ കണ്ടില്ല. ഭഗവാൻ അവിടെ മാറി നിന്നു. അതുകൊണ്ട് കിടക്കുന്ന ആളെ മാത്രമേ യവനൻ കണ്ടുള്ളൂ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.